നമുക്കറിയാം ലോകത്തെ ഏറ്റവും വലിയ ആണവ ശക്തികളിലൊന്ന് റഷ്യയാണ്. അതായത് ഈ ആണവ ആയുധങ്ങളുടെ വലിയ ശതമാനം നിയന്ത്രിക്കുന്നതും യുഎസും റഷ്യയുമാണ്. അപ്പം ഇപ്പോഴത്തെ ഈ റഷ്യയുടെയൊക്കെ ഈ ആയുധ ഇടപാട് അതെന്താണ് ലക്ഷ്യമിടുന്നത് എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അജിംസ്, കഴിഞ്ഞ ദിവസമാണ് ഹൂതികൾക്കൊക്കെ ആയുധം കൊടുത്തുകൊണ്ട്, അതായത് ഒരു ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാൻ തോന്നുന്നു, അത്തരത്തിലാണ് റഷ്യ ഈ ആയുധ കച്ചവടവുമായിട്ട് ഇല്ലെങ്കിൽ ആ രീതിയുമായിട്ട് പ്രതികരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. എന്താണ് റഷ്യ അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്? റഷ്യയുടെ ഇപ്പോഴത്തെ പ്രതിബന്ധത്തിന് പിന്നിൽ യുക്രൈൻ യുദ്ധമാണ്. യുക്രൈൻ യുദ്ധം ഒരു പ്രത്യേക ക്ലൈമാക്സിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കാരണം യുക്രൈൻ അതിസാഹസികമായി റഷ്യൻ അധിനിവേശത്തെ ചെറുത്ത് നിന്നുണ്ട്. ഇപ്പോൾ 2022 തുടങ്ങിയ യുദ്ധം ഇപ്പോഴും തുടരുന്നു എന്നതിനർത്ഥം യുക്രൈൻ കീഴടങ്ങാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. യുക്രൈൻ കീഴടങ്ങാതിരിക്കാൻ ഒരു കാരണം അത് യുക്രൈൻ മാത്രമല്ല യുദ്ധത്തിലുള്ളത് എന്നാണ്. യുക്രൈൻ ഒരു പ്രോക്സിയാണ്. നാറ്റോയുടെ പ്രോക്സി ആയിട്ടാണ് യുക്രൈൻ യുദ്ധം ചെയ്യുന്നത്. നാറ്റോയുടെ നിർദ്ദേശാനുസരണം മാത്രമാണ് അവർ പ്രത്യാക്രമണം പോലും നടത്തുന്നത്. അപ്പോൾ ഇപ്പോൾ ഉണ്ടായൊരു സംഭവം, നേരത്തെ റഷ്യയുടെ ടെറിട്ടറിയിലേക്ക് കടന്ന് യുക്രൈൻ ഒരു ആക്രമണം നടത്തിയിരുന്നു. അതുവരെ തങ്ങൾക്ക് എതിരെ വരുന്ന അധിനിവേശത്തെ ചെറുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു യുക്രൈൻ ചെയ്തത്. കഴിഞ്ഞ മാസം പക്ഷേ റഷ്യൻ ടെറിട്ടറിയിൽ കയറി ആക്രമണം നടത്തിയിരുന്നു. ഇപ്പോൾ തിരിച്ച് റഷ്യ വീണ്ടും അവർ യുക്രൈൻ്റെ ഉൾനാടുകളിലേക്ക് വരെ റഷ്യൻ പട്ടാളം കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ റഷ്യയുടെ കൈവശമുള്ള ക്രൈമിയ നേരത്തെ തന്നെ കൈവശമാണ്. ഈ യുദ്ധത്തിൽ കൈവശമുള്ള ഈ ഡോൺബാസ് പോലുള്ള ഏരിയകളിൽ അതിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് റഷ്യൻ പട്ടാളം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇപ്പോൾ റഷ്യൻ പട്ടാളം അപ്പോൾ ഇപ്പോൾ UN പൊതുസഭ നടന്നുകൊണ്ടിരിക്കുകയാണ്, UN ജനറൽ അസംബ്ലി. അപ്പോൾ ഈ UN ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ വേണ്ടി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി എത്തിയപ്പോൾ അദ്ദേഹം ജോ ബൈഡനെ കാണാനിരിക്കുകയാണ്. ഇന്ന് ഏതെങ്കിലും സമയത്ത് അദ്ദേഹം കണ്ടിരിക്കും. അദ്ദേഹം പറയുന്നത് ഈ യുദ്ധം യുക്രൈൻ വിജയിക്കാൻ ആവശ്യമായ ഒരു വിക്ടറി പ്ലാൻ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്, അതിന് ബൈഡൻ അനുമതി തരണം എന്നുള്ളതാണ്. ആ അനുമതി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നാറ്റോ അംഗരാജ്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി യുക്രൈനിൽ നാറ്റോയുടെ ചില ആയുധങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പഴയ സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് സോവിയറ്റ് അധിനിവേശത്തെ ചെറുക്കാൻ വേണ്ടി പോളണ്ടായിരുന്നു അവരുടെ ഒരു ബഫർ സോണെങ്കിൽ ഇപ്പോൾ അത് യുക്രൈനായി മാറിയിട്ടുണ്ട്. അതാണ് ഈ തർക്കത്തിന് കാരണം. അതിന് മാത്രമല്ല യുക്രൈൻ നാറ്റോയിൽ അംഗരാജ്യമാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധിനിവേശം ഉണ്ടാകുന്നത് തന്നെ. അപ്പോൾ ഈ നാറ്റോ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ആയുധങ്ങൾ റഷ്യയുടെ ഉള്ളിലേക്ക് അയക്കാൻ, റഷ്യയെ ആക്രമിക്കാൻ അനുമതി തരണമെന്ന് ജോ ബൈഡനോട് അഭ്യർത്ഥിക്കുകയാണ് സെലൻസ്കി ചെയ്യുന്നത്. പക്ഷേ ജോ ബൈഡൻ അത് ചെയ്യാത്ത ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക്, നാറ്റോയും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് പോകാൻ നാറ്റോയും ആഗ്രഹിക്കുന്നില്ല, അമേരിക്കയും ആഗ്രഹിക്കുന്നില്ല, അതിന് അനുമതി കൊടുക്കും എന്ന് വിചാരിക്കുന്നുമില്ല. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ യുദ്ധം ഏതാണ്ട് അതിൻ്റെ ഒരു പരിണാമഗുപ്തിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് യുക്രൈന് ജയിക്കണമെങ്കിൽ റഷ്യയെ അറ്റാക്ക് ചെയ്യണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് കരുതുന്നു. അതേസമയം തന്നെ നാറ്റോ അംഗരാജ്യങ്ങളായി മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മറ്റൊരു തോട്ടുണ്ട്. ഇപ്പോൾ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും പൂർണ്ണമായും നാറ്റോയുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്നവരല്ല, റഷ്യയോട് കൈകോർത്തിട്ടുള്ള രാജ്യങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് ഹംഗറി ഭരിക്കുന്ന വിക്ടർ ഓർബൻ എന്ന് പറയുന്ന ഒരു തീവ്ര വലതുപക്ഷ പാർട്ടിയുടെ നേതാവാണ്. അങ്ങനെ പലരുമുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഞാൻ ഇന്ന് വായിച്ചിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം, ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ പേര് പീറ്റർ പാവ്ലോ എന്നാണ്. അദ്ദേഹം പറയുന്നത്, എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഈ യുദ്ധം യുദ്ധം ജയിക്കാമെന്ന് യുക്രൈൻ കരുതരുത്. ചെക്ക് റിപ്പബ്ലിക് യൂറോപ്യൻ രാജ്യമാണ്, അങ്ങനെ ജയിക്കാമെന്ന് കരുതരുത്. കാരണം ഇദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കാനുള്ളൊരു കാരണം, ഇദ്ദേഹം മുമ്പ് നാറ്റോ സൈന്യത്തിൻ്റെ മേധാവിയായി പ്രവർത്തിക്കുന്ന പട്ടാള മേധാവിയാണ്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ റഷ്യയുടെ കൈവശം ഇരിക്കുന്ന പ്രദേശങ്ങൾ, അതായത് ക്രൈമിയ ആകട്ടെ ഡോൺബാസ് ആകട്ടെ, ആ പ്രദേശങ്ങൾ താൽക്കാലികമായെങ്കിലും റഷ്യയുടെ കൈവശം വെച്ചുകൊണ്ട് ഈ യുദ്ധം അവസാനിക്കും. അത് പിന്നീട് നയതന്ത്രപരമായ ചർച്ചകളിലൂടെ തിരിച്ചു പിടിക്കാമെന്നേ യുക്രൈൻ കരുതാവൂ. അതിനപ്പുറമുള്ള ചിന്തകൾ അതിമോഹമാണ് എന്ന് അദ്ദേഹം യുക്രൈനെയും നാറ്റോയെയും ഉപദേശിക്കുകയാണ്. പക്ഷേ ആ വാക്കുകൾക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ യുദ്ധം തിരിച്ചടിച്ച് റഷ്യയെ പുറത്താക്കി നിർത്താം, അല്ലെങ്കിൽ റഷ്യയെ യുക്രൈനിൽ നാട്ടിപ്പായച്ച് ഈ യുദ്ധം നിർത്താം എന്ന് സെലൻസ്കിയോ അമേരിക്കയോ നാറ്റോയോ കരുതരുതെന്നാണ് പറയുന്നത്. അതൊരു യുക്തിസഹമായ നിരീക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ദിൽഷാദ്, ഇവിടെ ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെ എതിർപ്പ് എല്ലാ ഘട്ടത്തിലും റഷ്യയെ സംബന്ധിച്ചുണ്ട്, ഇത്തരത്തിലുള്ള ആയുധവുമായി ബന്ധപ്പെട്ടൊക്കെ. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഇത്തരത്തിൽ തീരുമാനങ്ങളിലേക്ക്, ഇല്ലെങ്കിൽ ആയുധങ്ങൾ പങ്കുവയ്ക്കുക, കരാറുകളിലേക്കൊക്കെ റഷ്യ കടക്കുന്നത്, അത് ലോകരാജ്യങ്ങളെ സംബന്ധിച്ചല്ല, അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങൾ, ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ട് ഏത് തരത്തിലാണ് ബാധിക്കുക? അല്ല, റഷ്യയെ സംബന്ധിച്ച് അവരെ ഒറ്റപ്പെടുത്താനുള്ള വലിയ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ യുദ്ധപരമായ പരിണിതിയാണ് നമ്മൾ യുക്രൈനിൽ കണ്ടത്. ഇപ്പം ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, അദ്ദേഹം ആണവായുധം പ്രയോഗിക്കും ഞങ്ങളെന്ന് പ്രഖ്യാപിക്കുന്നതാണ്. ഇതിനു മുമ്പും റഷ്യ
പുടിൻ ആണവായുധം ഞങ്ങൾക്ക് പ്രയോഗിക്കേണ്ടി വരുമെന്ന ഭീഷണി മുഴക്കിയിട്ടുണ്ട്. കാരണം ഇപ്പം നേരത്തെ അജിംസ് പറഞ്ഞല്ലോ, ഇപ്പം യുക്രൈനും റഷ്യയും തമ്മിൽ നടക്കുന്ന വാറിൽ റഷ്യ കുറച്ചൊക്കെ സെറ്റ് ബാക്സ് അനുഭവിക്കുന്ന സമയമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ കുർസ്കോ എന്ന് പറയുന്നൊരു മേഖലയുണ്ട്, അവിടെ വ്യാപകമായ തോതിലുള്ള ആക്രമണമാണ്. കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് റഷ്യ ഉണ്ടാക്കിയതിൻ്റെ അത്രയും നാശം തിരിച്ചിങ്ങോട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ആക്രമണം നടത്തുന്നു. ആര്? യുക്രൈൻ. ആക്രമണം നടത്തുന്നത് നാറ്റോ രാജ്യങ്ങൾ കൊടുത്തിട്ടുള്ള മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അതിൽ തന്നെ ഞങ്ങൾ തന്നിട്ടുള്ള ചില മിസൈലുകൾ അവർ ഉപയോഗിക്കുന്നതിന് യുക്രൈനെ സംബന്ധിച്ച് അതത് രാജ്യങ്ങളുടെ പെർമിഷൻ ആവശ്യമാണ്. ആ പെർമിഷൻ കൊടുക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ബ്രിട്ടൻ ഉണ്ടാക്കിയ ആധുനിക മിസൈലുകളിലൊന്നായിട്ടുള്ള സ്റ്റോം ഷാഡോ എന്ന് പറയുന്ന ഒരു മിസൈൽ റഷ്യക്കെതിരെ ഉപയോഗിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അത് ആധുനികമാണ്, കൂടുതൽ നാശം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്, റഡാറിന് പിടിക്കാൻ കഴിയാത്തതാണ്, ലോ ഓൾട്ടിറ്റ്യൂഡിൽ പറക്കാൻ കഴിയുന്നതാണ്. ഇത് ഒരുപാട് സവിശേഷതകളുള്ള ഒന്ന്. അപ്പോൾ എന്ന് വെച്ചാൽ നാറ്റോ അംഗരാജ്യങ്ങൾ അവരുടെ കയ്യിലുള്ള ആധുനിക ആയുധങ്ങൾ യുക്രൈന് കൊടുക്കുകയും യുക്രൈൻ അത് വെച്ച് ആക്രമണം നടത്തുകയും ചെയ്താൽ റഷ്യയെ സംബന്ധിച്ച് അവർക്ക് വലിയ പരിക്കുണ്ടാവും. അപ്പം നിവൃത്തിയില്ലാതെ നിങ്ങളിത് അവസാനിപ്പിച്ചോ, നിങ്ങൾ ആയുധം കൊടുക്കുന്ന നിർത്തിക്കോ, അതിനുള്ള പെർമിഷൻ കൊടുക്കുന്ന നിർത്തിക്കോ, ഇല്ലെങ്കിൽ ഞങ്ങൾ അണുവായുധം പ്രയോഗിക്കേണ്ടി വരുന്നു പറയാനേ സത്യത്തിൽ ഇപ്പോൾ പുടിന് കഴിയും എന്ന പ്രശ്നമുണ്ട്. എന്നത് കാരണം ഒന്ന്, റഷ്യയെ സംബന്ധിച്ച് അവരുടെ ഡിപ്ലോയ്മെൻറ്റ് ഇഷ്യൂ ഭീകരമായി ഉണ്ടെന്നാണ് എല്ലാ അന്താരാഷ്ട്ര ജേണലുകളും പറഞ്ഞത്. കാരണം അത്രയും പട്ടാളക്കാരെ വിന്യസിക്കുക, അതിനനുസരിച്ചുള്ള ആക്രമണം നടത്തുക വെച്ചാൽ റഷ്യക്ക് പലതരത്തിലും താല്പര്യമുണ്ട്, പലയിടത്തും അവരുടെ ഡിപ്ലോയ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ മാത്രമായി കേന്ദ്രീകരിക്കാൻ കൂടുതൽ പട്ടാളക്കാരിൽ ഇല്ലാത്ത പ്രശ്നം, നിർബന്ധിത സേവനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരെ നിർബന്ധിച്ച് യുദ്ധമേഖലയിലേക്ക് കൊണ്ടുവരുന്നു, അതിനകത്ത് ആഭ്യന്തരമായുള്ള പ്രശ്നമുണ്ട്. പിന്നെ വേറൊന്ന്, മലയാളികളെ പോലും കൊണ്ടുപോയി ആക്രമണത്തിന് മുന്നിൽ നിർത്തേണ്ടി വരികയാണ്. അതവിടെ വലിയ ഇഷ്യൂ ആണല്ലോ. ഇപ്പോൾ പ്രധാനമന്ത്രി വരെ ഇടപെട്ടു. പിന്നൊന്ന്, മാസീവായ ഒരു അറ്റാക്ക് യുക്രൈനെതിരെ നടത്താൻ റഷ്യക്ക് പറ്റുകയില്ല. കാരണം എന്താണ്? എല്ലാം ഒരേ ജനതയാണ്. അപ്പോൾ അവിടേക്ക് ആക്രമണം നടത്തി യുക്രൈനിലെ പരമാവധി ആളുകളെ നമ്മൾ കൊന്നു എന്ന് പറഞ്ഞ് തിരിച്ച് മോസ്കോയിലേക്ക് വന്നാൽ ജനങ്ങൾ കൈയടിച്ചായിരിക്കില്ല സ്വീകരിക്കുക എന്ന പ്രശ്നമുണ്ട്. നാറ്റോയുടെ ഒരു കേന്ദ്രം, അതായത് യുക്രൈൻ കേന്ദ്രമാക്കി റഷ്യയെ ഡിസ്റ്റർബ് ചെയ്യുന്ന പരിപാടി അവസാനിപ്പിക്കാൻ നിർബന്ധമായ യുദ്ധത്തിലേക്ക് അത് ഇറങ്ങി പുറപ്പെടുകയാണ്. ആ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ സാധാരണക്കാരെ അങ്ങനെ കൊല്ലുന്ന ഒരു നയം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുടിനും അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റും ചെറിയ ഇറുക്കത്തിലാണ്. അവരിങ്ങോട്ട് ആക്രമിക്കുന്നു, ആവശ്യമുള്ള ആയുധങ്ങളൊക്കെ അവിടെയുണ്ട്, തിരിച്ച് മാസീവായി അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ കയ്യിൽ ആവശ്യമുള്ള പടയില്ല, സംവിധാനങ്ങളേ ഉള്ളൂ, പടയില്ല എന്ന പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തെ ടാക്കിൾ ചെയ്യാൻ എന്ത് ചെയ്യാണ്? ആണവായുധം ഞങ്ങൾ പ്രയോഗിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താനാണ് പുടിൻ ശ്രമിക്കുന്നത് എന്നാണ് നമ്മളിപ്പോൾ ഒന്ന് കാണുന്ന കാഴ്ച. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ യുദ്ധം റഷ്യയെ തോൽപ്പിച്ച് അവസാനിപ്പിക്കുക വെച്ചാൽ റഷ്യ തോൽക്കാനിരിക്കുന്ന ഒരു രാജ്യമല്ല. തോൽപ്പിച്ച് അവസാനിപ്പിക്കാം എന്നുള്ളത് സെലൻസ്കിയുടെ അദ്ദേഹത്തിൻ്റെ പഴയ ടെലിവിഷൻ കാലത്തെ അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ ഭാഗമായിട്ടും ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടും വരുന്നതാണെന്ന് വിചാരിക്കണം. അത് സാധ്യമായ കാര്യമല്ല. അതിന് കാരണം പുടിനൊരു എന്താ പറയുക, ആ നിലയ്ക്കൊരു മികച്ച സ്ട്രാറ്റജിസ്റ്റാണ്. അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളുമാണ്. അതുകൊണ്ട് ഇതൊരു മിതമായ പരിഹാര ഫോർമുല ആലോചിക്കുന്നതായിരിക്കും അമേരിക്കയ്ക്കും അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങൾക്കും യുക്രൈനും ഒക്കെ നന്നാവുക. അതർവൈസ് ഇത് കൂടുതൽ മോശമാവുകയും ചെയ്യും. നമ്മളിപ്പോൾ തന്നെ ഗസയിലും ലെബനനിലും ഈ യുക്രൈനിലുമായിട്ട് റഷ്യയിലുമായിട്ടൊക്കെ 1,60,000 പേര് ഈ സമീപകാലത്ത് മരിച്ചു കഴിഞ്ഞു. ഗസയാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. അപ്പുറത്തെ യുദ്ധം കുറച്ചൊരു വലുതായാൽ അവിടെ ഉണ്ടാകുന്ന നാശം എന്ന് പറയുന്നത് ഊഹിക്കാൻ കഴിയാത്തതാണ്. കാരണം എന്താണ്? ഇവിടുത്തെ പോലല്ല, റഷ്യയുടെ കയ്യിലും ആയുധമുണ്ട്, അപ്പുറത്ത് നാറ്റോയുടെ കൊടുക്കുന്ന ആയുധം യുക്രൈൻ്റെ കയ്യിലുണ്ട്. രണ്ടും കൂടെ എടുത്തിട്ട് പൊട്ടിക്കാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും ഉണ്ടാകുന്ന ദുരന്തം ആലോചിക്കണം. സോ അത് രമ്യമായി പരിഹരിക്കുന്നതിലേക്കാണ് അന്താരാഷ്ട്ര സമൂഹം എത്തേണ്ടത്. ഫോക്കസിന്റെ ഈ എപ്പിസോഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.